ഇന്ത്യ ബംഗ്ലാദേശ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ രാജ്യാന്തര അരങ്ങേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിച്ച താരങ്ങളിൽ ഒരാളായിരുന്നു ഹർഷിത് റാണ. എന്നാൽ ഒന്നാം 2020-ൽ ഹർഷിത് റാണയുടെ പേര് പ്ലേയിങ് 11-ൽ ഉൾപ്പെട്ടില്ല. അതേസമയം പുതുമുഖങ്ങളായ പേസർ മയങ്ക് യാദവും ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും പ്ലേയിങ് 11-ൽ ഉൾപ്പെടുകയും രാജ്യാന്തര അരങ്ങേറ്റം നടത്തുകയും ചെയ്തു. നിതീഷ് കുമാർ റെഡ്ഡി 15 പന്തിൽ 16 റൺസുമായി പുറത്താകാതെ നിന്നു. മയങ്ക് യാദവ് ആണെങ്കിൽ 4 ഓവറിൽ 21 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് സ്വന്തമാക്കി. ഹർഷിത് റാണയെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താതിരുന്നതിന്റെ 2 പ്രധാന കാരണങ്ങളുണ്ട്. സ്ട്രാറ്റജിക് സെലക്ഷനും ഫോമും ടീമിന്റെ ബാലൻസും പരിചയ സമ്പത്തുമാണ് കാരണങ്ങൾ. ബംഗ്ലാദേശിന് എതിരായ തന്ത്രപരമായ ടീം സെലക്ഷന്റെ പേരിലാണ് ഹർഷിത് റാണയ്ക്ക് പുറത്തിരിക്കേണ്ടി വന്നത്. ഗ്വാളിയാറിലെ പിച്ചും സാഹചര്യങ്ങളും പരിഗണിച്ചപ്പോൾ ഹർഷിത് റാണയേക്കാൾ ആനുകൂല്യം മയങ്ക് യാദവിന് ലഭിക്കുകയായിരുന്നു. മയങ്ക് യാദവിന്റെ പേസിന് അനുകൂലമായ പിച്ചായിരുന്നു ഗ്വാളിയാറിന്റേത്. 2 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയ ബാലൻസ്ഡ് ടീമിനെയായിരുന്നു ഗൗതം ഗംഭീർ ബംഗ്ലാദേശിനെതിരായ ആദ്യ 2020-ൽ ഇറക്കിയത്. ഹർഷിത് റാണയുടെ പേസ് ഗെയിം ചേഞ്ചർ ആകുമെങ്കിലും മയങ്ക് യാദവിന്റെ എക്സ്പ്രസ് പേസ് അദ്ദേഹത്തിന്റെ സെലക്ഷന് വഴിവെച്ചു. ഇതോടെ പുറത്തിരിക്കാൻ ഹർഷിത് നിർബന്ധിതനായി. എന്നാൽ ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന 2ാം T20-ൽ ഹർഷിത് റാണയ്ക്ക് പ്ലേയിങ് 11-ൽ ഇടം ലഭിച്ചേക്കും എന്ന് തന്നെയാണ് സൂചന. അർഷ്ദീപ് സിംഗ്, ഹർദിക് പാണ്ഡ്യ എന്നിവരായിരുന്നു ഒന്നാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ബൗളിംഗ് ഓപ്പൺ ചെയ്തത്. തുടർന്ന് വരുൺ ചക്രവർത്തിയുടെ സ്പിൻ ആക്രമണം. അതിനും ശേഷമായിരുന്നു മയങ്ക് യാദവിനെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പന്തേൽപ്പിച്ചത്. ബാറ്റിംഗ് ഓൾറൗണ്ടറായ മീഡിയം പേസർ നിതീഷ് കുമാർ റെഡ്ഡിയും ബംഗ്ലാദേശിനെതിരായ 1ാം T20-ൽ പന്തെറിഞ്ഞിരുന്നു. 2 ഓവറിൽ 17 റൺസ് വഴങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ബൗളിംഗിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതേസമയം ബാറ്റിംഗിൽ 4ാം നമ്പറായി എത്തി ശാന്തതയോടെ ഇന്നിംഗ്സ് മുന്നോട്ട് നയിക്കുകയായിരുന്നു. 15 പന്തിൽ ഒരു 6 അടക്കം 16 റൺസ് നിതീഷ് കുമാർ സ്വന്തമാക്കി. 4ാം വിക്കറ്റിൽ ഹർദിക് പാണ്ഡ്യയ്ക്കൊപ്പം ചേർന്ന് 52 റൺസിന്റെ അഭേദ്യമായ കൂട്ടുകെട്ടിലും നിതീഷ് കുമാർ റെഡ്ഡി പങ്കാളിയായി. 16 പന്തിൽ 2 6-ഉം 5 4-ഉം അടക്കം 39 റൺസുമായി പുറത്താകാതെ നിന്ന ഹർദിക് പാണ്ഡ്യയായിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറർ. മലയാളി താരം സഞ്ജു സാംസൺ ഓപ്പണിംഗ് റോളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും 1ാം 2020 സാക്ഷ്യം വഹിച്ചിരുന്നു. 19 പന്ത് നേരിട്ട സഞ്ജു സാംസൺ അതിമനോഹരമായ ഷോട്ടുകളിലൂടെ 6 4 നേടി. 29 റൺസ് നേടിയ ശേഷമാണ് സഞ്ജു പവലിയനിലേക്ക് തിരിച്ചു നടന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് 2ാം 2020 ഒക്ടോബർ 9-ന് ഡൽഹിയിൽ നടക്കും. രാത്രി 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക.